കം അപ്പ്. ഫ്രേസൽ വെർബ് കം അപ്പ്. ഫ്രേസൽ വെർബ് കം അപ്പ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫ്രേസൽ വെർബ് കം അപ്പ് കൂടാതെ ഫ്രേസൽ വെർബ് കം അപ്പ് ടു, കം അപ്പ് വിത്ത്, കം അപ്പ് ത്രൂ, കം അപ്പ് ഫോർ എന്നീ ഫ്രേസൽ വെർബുകളുമുണ്ട്. നമ്മളിന്ന് നോക്കുന്നത് കം അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബാണ്. ഓർക്കുക, കം അപ്പ് വരെയുള്ളൂ. അപ്പോൾ കം അപ്പിൻ്റെ പല രീതിയിലുള്ള ആശയങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആശയം എന്തെന്ന് വെച്ചാൽ, കം അപ്പ് നമ്മൾ ഹാപ്പനിങ് സൂൺ എന്നൊരാശയത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അതായത് ഉടനെ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് നമ്മൾ കം അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ഐ ഹാവ് എ മീറ്റിംഗ് കമ്മിങ് അപ്പ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. മീൻസ് ഉടനെ തന്നെ എനിക്കൊരു മീറ്റിംഗ് വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ ആശയം. ഞാൻ സ്കെഡ്യൂൾ ചെയ്ത അല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കേണ്ട ഒരു മീറ്റിംഗ് ഉണ്ട് എന്നാണ് അതിൻ്റെ ആശയം. ഐ ഹാവ് എ മീറ്റിംഗ് കമ്മിങ് അപ്പ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഐ ഹാവ് എ മീറ്റിംഗ് കമ്മിങ് അപ്പ്. ദർ ഈസ് എ വെഡ്ഡിങ് കമ്മിങ് അപ്പ്. വെഡ്ഡിങ് വരുന്നുണ്ട്. ഞാൻ പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കേണ്ട ഒരു വെഡ്ഡിംഗ് ഉണ്ട്. ദർ ഈസ് എ വെഡ്ഡിംഗ് കമ്മിങ് അപ്പ്. മൈ ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ വരികയാണ്. ബർത്ത്ഡേ ആണ്, അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. മൈ ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ് നെക്സ്റ്റ് മന്ത്. ദ ആനുവൽ കോൺഫറൻസ് ഈസ് കമ്മിങ് അപ്പ് നെക്സ്റ്റ് വീക്ക്. ആനുവൽ കോൺഫറൻസ് അടുത്ത ആഴ്ചയാണ്, അടുത്ത ആഴ്ച വരികയാണ്. ദ ആനുവൽ കോൺഫറൻസ് ഈസ് കമ്മിങ് അപ്പ് നെക്സ്റ്റ് വീക്ക്. അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ദ ആനുവൽ കോൺഫറൻസ് ഈസ് കമ്മിങ് അപ്പ് നെക്സ്റ്റ് വീക്ക്. ദ സ്കൂൾ പ്ലേ ഈസ് കമ്മിങ് അപ്പ് നെക്സ്റ്റ് വീക്ക്. സ്കൂൾ പ്ലേ അടുത്ത ആഴ്ചയാണ്, അടുത്ത ആഴ്ച വരികയാണ്. ദ സ്കൂൾ പ്ലേ ഈസ് കമ്മിങ് അപ്പ് നെക്സ്റ്റ് വീക്ക്. ഹെർ ഗ്രാജുവേഷൻ ഈസ് കമ്മിങ് അപ്പ് ഇൻ ജൂൺ. അവളുടെ ഗ്രാജുവേഷൻ ജൂണിൽ വരികയാണ്, ജൂണിലാണ്. ഹെർ ഗ്രാജുവേഷൻ ഈസ് കമ്മിങ് അപ്പ് ഇൻ ജൂൺ. നെക്സ്റ്റ്, ദ നെക്സ്റ്റ് ട്രെയിൻ ഷുഡ് ബി കമ്മിങ് അപ്പ് ഷോർട്ട്ലി. അടുത്ത ട്രെയിന് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ദ നെക്സ്റ്റ് ട്രെയിൻ ഷുഡ് ബി കമ്മിങ് അപ്പ് ഷോർട്ട്ലി. ഇവിടെ ഷുഡ് ബിയുടെ ആശയം എക്സ്പെക്റ്റേഷനാണ്. അതായത് ട്രെയിൻ വരുന്ന സമയം ഞാൻ നോക്കി, അപ്പോൾ ഞാൻ പറയുകയാണ് ദ നെക്സ്റ്റ് ട്രെയിൻ ഷുഡ് ബി കമ്മിങ് അപ്പ് ഷോർട്ട്ലി. അടുത്ത ട്രെയിൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും, എക്സ്പെക്റ്റേഷനാണ്. മൈ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ഈസ് കമ്മിങ് അപ്പ് ടുമോറോ. എൻ്റെ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് നാളെയാണ്, നാളെ വരികയാണ്. മൈ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ഈസ് കമ്മിങ് അപ്പ് ടുമോറോ. ദ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഈസ് കമ്മിങ് അപ്പ് ഇൻ 2 വീക്സ്. കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ 2 ആഴ്ചക്കുള്ളിൽ വരികയാണ്. ദ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഈസ് കമ്മിങ് അപ്പ് ഇൻ 2 വീക്സ്. ദ കമ്പനീസ് ആനുവൽ പിക്നിക് ഈസ് കമ്മിങ് അപ്പ് ദിസ് വീക്കെൻഡ്. കമ്പനിയുടെ ആനുവൽ പിക്നിക്ക് ഈ വീക്കെൻഡിൽ വരികയാണ്. ദ കമ്പനീസ് ആനുവൽ പിക്നിക് ഈസ് കമ്മിങ് അപ്പ് ദിസ് വീക്കെൻഡ്. ഇനി ഏതെങ്കിലും ഒരു ടോപ്പിക്കോ പേരോ മെൻഷൻ ചെയ്തു എന്ന് പറയുവാനായിട്ട് നമ്മൾ കം അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. യുവർ നെയിം കെയിം അപ്പ് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ. കോൺവെർസേഷൻ്റെ സമയത്ത് നിൻ്റെ പേര് മെൻഷൻ ചെയ്തു, പാസ്റ്റാണ്. യുവർ നെയിം കെയിം അപ്പ് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ. ദ ടോപ്പിക് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് കംസ് അപ്പ് ഓഫൺ ദീസ് ഡേയ്സ്. ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള കാര്യം ഈയിടെ മെൻഷൻ ചെയ്യാറുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ദ ടോപ്പിക് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് കംസ് അപ്പ് ഓഫൺ ദീസ് ഡേയ്സ്. ഇറ്റ് കംസ് അപ്പ് ഇൻ കോൺവെർസേഷൻ. അത് കോൺവെർസേഷനിൽ വരാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള കാര്യം കോൺവെർസേഷനിൽ വരാറുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഇറ്റ് കംസ് അപ്പ് ഇൻ കോൺവെർസേഷൻ. ഇറ്റ് കെയിം അപ്പ് ഇൻ കോൺവെർസേഷൻ, പാസ്റ്റാണ്, അത് കോൺവെർസേഷനിൽ മെൻഷൻ ചെയ്തു. ഇറ്റ് കെയിം അപ്പ് ഇൻ കോൺവെർസേഷൻ. ഇറ്റ് ഡിഡ്ന്റ് കം അപ്പ് ഇൻ ദ കോൺവെർസേഷൻ. അത് കോൺവെർസേഷനിൽ മെൻഷൻ ചെയ്തില്ല, പാസ്റ്റാണ്, നെഗറ്റീവാണ്. ഇറ്റ് ഡിഡ്ന്റ് കം അപ്പ് ഇൻ ദ കോൺവെർസേഷൻ. യുവർ നെയിം ഡിഡ്ന്റ് കം അപ്പ്. നിൻ്റെ പേര് മെൻഷൻ ചെയ്തില്ല, പാസ്റ്റാണ്. യുവർ നെയിം ഡിഡ്ന്റ് കം അപ്പ്. യുവർ നെയിം നെവർ കെയിം അപ്പ്. നിൻ്റെ പേര് മെൻഷൻ ചെയ്തേയില്ല. ഇവിടെ നോട്ടിൻ്റെ പകരം നെവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കെയിം ആണ് വന്നിരിക്കുന്നത്. ഡിഡ് യൂസ് ചെയ്യാത്തതുകൊണ്ട്, നെവർ യൂസ് ചെയ്ത് പറഞ്ഞതുകൊണ്ട്. യുവർ നെയിം നെവർ കെയിം അപ്പ്. നിൻ്റെ പേര് മെൻഷൻ ചെയ്തതേയില്ല. ഇനി ഗ്രൗണ്ടിൽ നിന്ന് മുളച്ചു വന്നു എന്ന് പറയുവാനായിട്ടും നമ്മൾ കം അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ദ തുലിപ്സ് കെയിം അപ്പ് എയർലി ദിസ് ഇയർ. തുലിപ്സ് ഈ വർഷം നേരത്തെ മുളച്ചു. തുലിപ്സ് എന്നുള്ളത് ഒരു ചെടിയാണ്, ഫ്ലവറാണ്.
ദ tulips came up early this year. തുലിപ്സ് ഈ വർഷം നേരത്തെ മുളച്ചു, നേരത്തെ വന്നു. The tulips came up early this year. The tulips didn't come up this year. തുലിപ്സ് ഈ വർഷം മുളച്ചില്ല. The tulips didn't come up this year. My tomatoes came up. എൻ്റെ ടൊമാറ്റോസ് വന്നു, മുളച്ചു. My tomatoes came up. The green beans came up. Green beans മുളച്ചു. The green beans came up. My tomatoes didn't come up. എൻ്റെ ടൊമാറ്റോസ് മുളച്ചില്ല. My tomatoes didn't come up. Next, this little flower comes up in my front yard every spring. എല്ലാ സ്പ്രിങ്ങിലും ഈ ലിറ്റിൽ ഫ്ലവർ എൻ്റെ ഫ്രണ്ട് യാർഡിൽ ഉണ്ടാകും, അത് പൂക്കും. ദിസ് ലിറ്റിൽ ഫ്ലവർ കംസ് അപ്പ് ഇൻ മൈ ഫ്രണ്ട് യാർഡ് എവറി സ്പ്രിങ്. മൈ പംകിൻസ് കേം അപ്പ്. എൻ്റെ പംകിൻസ് ഉണ്ടായി, മുളച്ചു. മൈ പംകിൻസ് കേം അപ്പ്. ദ ഫ്ലവേഴ്സ് വിൽ കം അപ്പ് ഇൻ സ്പ്രിങ്. ഫ്ലവേഴ്സ് സ്പ്രിങ്ങിൽ ഉണ്ടാകും. ദ ഫ്ലവേഴ്സ് വിൽ കം അപ്പ് ഇൻ സ്പ്രിങ്. ഇനി സൂര്യൻ ഉദിച്ചു എന്ന് പറയുവാനായിട്ടും നമ്മൾ കം അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. രണ്ട് സെൻറ്റൻസ് നോക്കാം. ദ സൺ കംസ് അപ്പ് അറ്റ് അബൌട്ട് 6 o'clock അറ്റ് ദിസ് ടൈം ഓഫ് ഇയർ. ഈ വർഷം സൂര്യൻ ഉദിക്കുന്നത് 6 മണിക്കാണ്. ദ സൺ കംസ് അപ്പ് അറ്റ് അബൌട്ട് 6 o'clock അറ്റ് ദിസ് ടൈം ഓഫ് ഇയർ. ഇൻ ദ വിൻ്റർ ഇറ്റ് കംസ് അപ്പ് ലേറ്റ്. വിൻ്ററിൽ ലേറ്റായിട്ടാണ് ഉദിക്കുന്നത്. ഇൻ ദ വിൻ്റർ ഇറ്റ് കംസ് അപ്പ് ലേറ്റ്. ഇൻ ദ സമ്മർ ഇറ്റ് കംസ് അപ്പ് ഇയർലി. സമ്മറിൽ നേരത്തെയാണ് ഉദിക്കുന്നത്. ഇൻ ദ സമ്മർ ഇറ്റ് കംസ് അപ്പ് ഇയർലി. വാട്ട് ടൈം ഡസ് ദ സൺ കം അപ്പ് വെയർ യു ലീവ്. നിങ്ങൾ താമസിക്കുന്നിടത്ത് എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്? വാട്ട് ടൈം ഡസ് ദ സൺ കം അപ്പ് വെയർ യു ലീവ്. ഇറ്റ് കംസ് അപ്പ് അറ്റ് 6 o'clock. 6 മണിക്കാണ് ഉദിക്കുന്നത്. ഇറ്റ് കംസ് അപ്പ് അറ്റ് 6 o'clock. ദ സൺ കംസ് അപ്പ് അറ്റ് അറൗണ്ട് 6 AM ദീസ് ഡേയ്സ്. ഈ ഇടയായിട്ട് സൂര്യൻ ഉദിക്കുന്നത് 6 മണിക്കാണ്. ദ സൺ കംസ് അപ്പ് അറ്റ് അറൗണ്ട് 6 AM ദീസ് ഡേയ്സ്. നെക്സ്റ്റ്, എ ന്യൂ ബിൽഡിംഗ് ഈസ് കമ്മിങ് അപ്പ് ഇൻ ദ ഡൗൺ ടൗൺ ഏരിയ. ഡൗൺ ടൗൺ ഏരിയയിൽ പുതിയൊരു ബിൽഡിംഗ് വരികയാണ്. ഇവിടെ കമ്മിങ്ങിൻ്റെ ആശയം പുതിയ ബിൽഡിംഗ് പണിയുകയാണ് എന്നൊരാശയമാണ്. എ ന്യൂ ബിൽഡിംഗ് ഈസ് കമ്മിങ് അപ്പ് ഇൻ ദ ഡൗൺ ടൗൺ ഏരിയ. ദ അഡ്വർടൈസ്മെൻറ്റ് കെയിം അപ്പ് ഓൺ മൈ സ്ക്രീൻ ആസ് ഐ വാസ് ബ്രൗസിങ്. ഞാൻ ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എൻ്റെ സ്ക്രീനിൽ വന്നു. ഇവിടെ കെയിം അപ്പിൻ്റെ ആശയം അപ്പിയർ ചെയ്യുക എന്നാണ്, വന്നു എന്നൊരാശയമാണ്. ദ അഡ്വർടൈസ്മെൻറ്റ് കെയിം അപ്പ് ഓൺ മൈ സ്ക്രീൻ ആസ് ഐ വാസ് ബ്രൗസിങ്. നെക്സ്റ്റ്, ബബിൾസ് കെയിം അപ്പ് ടു ദ സർഫസ് ഓഫ് ദ വാട്ടർ. ബബിൾസ് വെള്ളത്തിൻ്റെ മുകളിൽ വന്നു, അപ്പിയറായി. ഇവിടെ കെയിം അപ്പിൻ്റെ ആശയം അപ്പിയർ എന്നാണ്. ബബിൾസ് കെയിം അപ്പ് ടു ദ സർഫസ് ഓഫ് ദ വാട്ടർ. ബബിൾസ് വെള്ളത്തിൻ്റെ മുകളിൽ വന്നു, അപ്പിയറായി. ഡ്യൂറിങ് ദ ഹൈക്കിൻ്റെ സമയത്ത് വി സോ എ ഡിയർ കം അപ്പ് ഔട്ട് ഓഫ് ദ ഫോറസ്റ്റ്. ഒരു മാന് ഫോറസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത് ഞങ്ങൾ കണ്ടു. വി സോ എ ഡിയർ കം അപ്പ് ഔട്ട് ഓഫ് ദ ഫോറസ്റ്റ്. ഇനി എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വരികയാണെങ്കിൽ, പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ കം അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. രണ്ട് സെൻറ്റൻസ് നോക്കാം. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. ഐ കാൺ മേക്ക് ദ മീറ്റിംഗ്. എനിക്ക് മീറ്റിങ്ങിന് വരുവാനായിട്ട് കഴിയില്ല. സംതിങ് കെയിം അപ്പ്. കുറച്ച് കാര്യങ്ങൾ വന്നു, കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അത് എന്തുമാകാം, അത് പറയേണ്ട ആവശ്യമില്ല. സംതിങ് കെയിം അപ്പ്. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. ഐ കാൺ മേക്ക് ദ മീറ്റിംഗ്. സംതിങ് സഡൻലി കെയിം അപ്പ്. കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് വന്നു. സംതിങ് സഡൻലി കെയിം അപ്പ്. ഐ ഹാഡ് ടു ക്യാൻസൽ മൈ പ്ലാൻസ്. എനിക്ക് എൻ്റെ പ്ലാൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് സംതിങ് അർജൻറ്റ് കെയിം അപ്പ് അറ്റ് വർക്ക്. കാരണം വർക്കിൽ കുറച്ച് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ വന്നു. ബിക്കോസ് സംതിങ് അർജൻറ്റ് കെയിം അപ്പ് അറ്റ് വർക്ക്. നെക്സ്റ്റ്, ഐ ഹോപ്പ് നത്തിങ് കംസ് അപ്പ് ദാറ്റ് വിൽ ഡിലേ അവർ ട്രിപ്പ്. നമ്മുടെ ട്രിപ്പ് ഡിലേ ആക്കുന്ന ഒന്നും വരരുതെന്ന്, സംഭവിക്കരുതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് നത്തിങ് കംസ് അപ്പ് ദാറ്റ് വിൽ ഡിലേ അവർ ട്രിപ്പ്. നെക്സ്റ്റ്, ക്യാൻ യു ഹാൻഡിൽ ദിസ് പ്രോബ്ലം ഇഫ് ഇറ്റ് കംസ് അപ്പ് എഗെയിൻ. ഈ പ്രോബ്ലം പിന്നെയും വന്നാൽ നീ ഹാൻഡിൽ ചെയ്യാമോ? ക്യാൻ യു ഹാൻഡിൽ ദിസ് പ്രോബ്ലം ഇഫ് ഇറ്റ് കംസ് അപ്പ് എഗെയിൻ. ഇനി വിസിറ്റ് മീ, എന്നെ സന്ദർശിക്കൂ എന്നൊരാശയത്തിൽ നമ്മൾ കം അപ്പ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. രണ്ട് സെൻറ്റൻസ് നമുക്ക് നോക്കാം.
വെൻ ആർ യു കമ്മിങ് അപ്പ്, നീ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് നീ എന്നെ വിസിറ്റ് ചെയ്യുവാനായിട്ട് വരുന്നത്. വെൻ ആർ യു കമ്മിങ് അപ്പ്. കം അപ്പ് ടു സീ മീ, എന്നെ വന്ന് വിസിറ്റ് ചെയ്യൂ, കാണണം. കം അപ്പ് ടു സീ മീ. വൈ ഡോണ്ട് യു കം അപ്പ് ആൻഡ് സീ മീ സം ടൈം, സമയം കിട്ടുമ്പോൾ നീ എന്തുകൊണ്ടാണ് എന്നെ വന്ന് വിസിറ്റ് ചെയ്യാത്തത്. വൈ ഡോണ്ട് യു കം അപ്പ് ആൻഡ് സീ മീ സം ടൈം. വൈ ഡോണ്ട് യു കം അപ്പ് ടു സീ മീ സം ടൈം. ഇവിടെ ആൻറ്റിന് പകരം ടു യൂസ് ചെയ്തിരിക്കുകയാണ്. ടു യൂസ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. വൈ ഡോണ്ട് യു കം അപ്പ് ടു സീ മീ സം ടൈം, സമയം കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് നീ എന്നെ വന്ന് വിസിറ്റ് ചെയ്യാത്തത്. കം അപ്പ് ആൻഡ് സീ മീ സം ടൈം, സമയം കിട്ടുമ്പോൾ എന്നെ വന്ന് വിസിറ്റ് ചെയ്യൂ. കം അപ്പ് ആൻഡ് സീ മീ സം ടൈം. കം ഡൗൺ ആൻഡ് സീ മീ സം ടൈം, സമയം കിട്ടുമ്പോൾ എന്നെ വന്ന് വിസിറ്റ് ചെയ്യൂ. ഇവിടെ കം ഡൗണിൻ്റെ ആശയവും വിസിറ്റ് മീ എന്ന് തന്നെയാണ്, എന്നെ സന്ദർശിക്കൂ എന്നൊരാശയം തന്നെയാണ് കം ഡൗണിനുള്ളത്. കം ഡൗൺ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ സൗത്തിലാണ് താമസിക്കുന്നതെങ്കിൽ, മീൻസ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റിൽ സൗത്തിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മൾ നോർത്തിലുള്ള ആളോട്, മീൻസ് നോർത്ത് എവിടെയാണ് ഇരിക്കുന്നത്, നോർത്ത് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നോർത്തിൽ താമസിക്കുന്ന ഒരാളോട് നമ്മളിങ്ങനെ പറയാറുണ്ട്, കം ഡൗൺ ആൻഡ് സീ മീ സം ടൈം, സമയം കിട്ടുമ്പോൾ എന്നെ വന്ന് വിസിറ്റ് ചെയ്യൂ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ശൈലിയാണ്, ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. കം ഡൗൺ ആൻഡ് സീ മീ സം ടൈം, സമയം കിട്ടുമ്പോൾ എന്നെ വന്ന് വിസിറ്റ് ചെയ്യൂ. അതേപോലെ തന്നെ നോർത്തിൽ താമസിക്കുന്ന ആൾ, നോർത്ത് എന്ന് വെച്ചാൽ മുകളിലാണ്, നോർത്തിൽ താമസിക്കുന്ന ആൾ കം അപ്പ് എന്ന് പറയുവാനായിട്ടാണ് ചാൻസ് കൂടുതൽ. കം അപ്പ് ആൻഡ് സീ മീ സം ടൈം. നെക്സ്റ്റ്, വൈ ഡോണ്ട് യു കം ഡൗൺ ടു സീ മീ, എന്തുകൊണ്ടാണ് നീ എന്നെ വന്ന് വിസിറ്റ് ചെയ്യാത്തത്. വൈ ഡോണ്ട് യു കം ഡൗൺ ടു സീ മീ. അതേപോലെ തന്നെ നിങ്ങൾ സൗത്തിലായാലും നോർത്തിലായാലും ഈസ്റ്റിലായാലും വെസ്റ്റിലായാലും നിങ്ങൾക്ക് കം അപ്പും കം ഡൗണും കൂടാതെ കം ഓവർ യൂസ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കം ഓവർ എവിടെ വേണ്ടി യൂസ് ചെയ്യാം. നിങ്ങൾ സൗത്തിലായാലും നോർത്തിലായാലും നിങ്ങൾക്ക് കം ഓവർ യൂസ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ കം ഡൗൺ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. അതായത് സൗത്തിലാണ് താമസിക്കുന്നതെങ്കിൽ നോർത്തിൽ നിൽക്കുന്ന ആളോട് എന്നെ വന്ന് വിസിറ്റ് ചെയ്യൂ എന്ന് പറയുവാനായിട്ട് കം ഡൗൺ യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക.